വടക്കാഞ്ചേരി പീഡനക്കേസിലെ ഇരയുടെ പേര് വാർത്താസമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞ അനിലക്കര എംഎൽഎക്കെതിരെ പരാതി. PC രവി എന്നയാളാണ് പരാതി നൽകിയത്. DGP, തൃശൂർ ACP, വനിതാ കമ്മീഷൻ എന്നിവർക്കാണ് പരാതി നൽകിയത്. വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത PA മാധവനെ കൂടി പ്രതി ചേർക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്? പ്രജീഷ, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് തൃശൂർ DCC ഓഫീസിൽ വെച്ച് DCC പ്രസിഡന്റ് PA മാധവന്റെ സാന്നിധ്യത്തിൽ അനിൽ അക്കര MLA വാർത്താ സമ്മേളനം വിളിച്ചത്. ഈ വാർത്താ സമ്മേളനത്തിൽ വടക്കാഞ്ചേരി കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ നിരവധി തവണ ഇരയുടെ പേര് MLA വെളിപ്പെടുത്തിയത്. ഇരയുടെയും ഭർത്താവിന്റെയും പേര് നിരവധി തവണ അബദ്ധവശാൽ സംഭവിച്ചതല്ല എന്ന് ബോധ്യപ്പെടുത്തും വിധം നിരവധി തവണ ആവർത്തിക്കുകയും MLA ചെയ്തു. അതിനൊപ്പം മുമ്പ് ഇതേ കേസിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ K രാധാകൃഷ്ണനെതിരെ നടപടിയെടുക്കാത്ത പോലീസിന്റെ നടപടിക്കെതിരെയും MLA സംസാരിച്ചിരുന്നു. അതേ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒന്നിലധികം തവണ MLA ഇരയുടെയും ഭർത്താവിന്റെയും പേര് ആവർത്തിച്ച് പറഞ്ഞത്. ഈ ഒരു സംഭവം വാർത്തയായതിനെ തുടർന്നാണ് ഇപ്പോൾ തൃശൂർ പരപ്പൂക്കര സ്വദേശിയായ PC രവി എന്ന ആൾ പരാതി നൽകിയിട്ടുള്ളത്. ലൈംഗിക പീഡനത്തിന് ഇരയായ സ്ത്രീയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഇത് തടയുന്ന നിയമപ്രകാരമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 228A ഉപവകുപ്പ് പ്രകാരം MLA ശിക്ഷിക്കാവുന്ന തരത്തിലുള്ള ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലുള്ള കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ DCC പ്രസിഡന്റ് PA മാധവന്റെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തി ഇരയുടെ പേര് വെളിപ്പെടുത്തിയ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകൾക്കും സംസ്ഥാന പോലീസ് DGPക്കും തൃശൂർ ACPക്കുമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. നിലവിൽ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് നിരവധി തവണ ഇരയുടെ പേര് വ്യക്തമാക്കിയ ഒരു സംഭവം വാർത്തയായി. ഈ ഒരു സാഹചര്യത്തിൽ തെളിവുകൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 228A വകുപ്പ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും MLAക്കെതിരെ കേസെടുക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിയമവിരുദ്ധരുടെ അഭിപ്രായം. ദിൽജിത്താണ് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയത്.